നമസ്കാരം, ലക്ഷ്മിയാണ്. ഞാനിപ്പോൾ സുനിലങ്ങളോടും അതുപോലെ തന്നെ ജയാൻ്റെക്കൊപ്പം വൈറ്റ് ഗോൾഡ് ബ്രാഞ്ചിലാണ് ഉള്ളത്. ഒരു പ്രധാനപ്പെട്ട ടോപ്പിക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി, സ്വർണ്ണ നിരക്കിനെ കുറിച്ച്. സോ നിഖിൽ, യൂഷ്വലി എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് ചോദിക്കുന്നതും കൺസേൺഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിരിക്കും ഈ ഒരു സ്വർണ്ണ നിരക്ക് എന്ന് പറയുന്നത്, അല്ലേ? അതെ അതെ, നമ്മളിപ്പോൾ സ്ഥിരമായിട്ട് കേട്ടുകൊണ്ടിരുന്ന ഒരുപാട് ചോദ്യങ്ങൾ ഇത് തന്നെയാണ്. ഞാനത് ചോദിക്കാനും കാരണം സുനിലങ്ങൾക്ക് ഒരു ഡൗട്ട് ചോദിക്കാനുണ്ട്. യെസ്, ചോദിച്ചോ. അതെ, നിങ്ങളുടെ വെബ്സൈറ്റിലെ ബൈയിങ് റേറ്റ് ഗൂഗിളിൽ കാണിക്കുന്ന ഗോൾഡ് റേറ്റിനേക്കാൾ കുറവാണല്ലോ, എന്താ അങ്ങനെ? സർ, ഗൂഗിളിൽ കാണിക്കുന്നത് ജുവലറിയുടെ സെല്ലിംഗ് റേറ്റ് ആണ്. അതായത് അതിൽ ഗോൾഡിൻ്റെ കമ്മോഡിറ്റി വാല്യൂയും ജുവലറിയുടെ പ്രോഫിറ്റും ഉണ്ട്. ഗൂഗിളിൽ കാണിക്കാത്തത് ജുവലറിയുടെ ബൈയിങ് റേറ്റ് ആണ്. ദാറ്റ് ഈസ് ഗോൾഡ് കമ്മോഡിറ്റി വാല്യൂ മൈനസ് ജുവലേഴ്സ് പ്രോഫിറ്റ്. നിഖിലേ, ജസ്റ്റ് ഒരു എക്സാമ്പിൾ വെച്ചിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഒരു മിനിറ്റ്, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. മാം, നമ്മുടെ ഗോൾഡ് കമ്മോഡിറ്റി റേറ്റ് 100 രൂപയാണെങ്കിൽ നമ്മുടെ ജുവലറിയുടെ പ്രോഫിറ്റ് 3 രൂപയായിരിക്കും. അപ്പോൾ സെല്ലിംഗ് റേറ്റ് 103 രൂപയായിരിക്കും. ഗൂഗിളിൽ കാണിക്കുന്ന ഈ റേറ്റ് ആയിരിക്കും. എന്നാൽ നിങ്ങളുടെ സ്വർണം വിൽക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ബൈയിങ് റേറ്റ് സ്വർണത്തിൻ്റെ മൂല്യമായിരിക്കും. അതായത് ഗോൾഡ് കമ്മോഡിറ്റി റേറ്റ് 100 രൂപയാണെങ്കിൽ മൈനസ് ജുവലേഴ്സ് പ്രോഫിറ്റ് 7 ആയിരിക്കും. ബൈയിങ് റേറ്റ് അപ്പോൾ 93 ആയി. മനസ്സിലായോ? ശരി, അത് കുറവാണല്ലോ. അതെ സാർ. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എന്തിനായിരുന്നു അവിടെ 7 രൂപ ലാഭം? ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്ന ഒരു 3 രൂപയൊക്കെ ആയിരിക്കും ലാഭമായിട്ട് വരികയെന്ന്. അത് നല്ലൊരു ചോദ്യമാണ്. അതായത് നമ്മുടെ പഴയ ജ്വല്ലറി വിൽക്കാൻ ചെല്ലുമ്പോൾ ജുവലേഴ്സ് പ്രോഫിറ്റ് കൂടുതലായിരിക്കും. മനസ്സിലായോ? ഓ, അതുകൊണ്ടാണ് ഞങ്ങൾ ABC ജ്വല്ലറി പോയപ്പോൾ അവർ പഴയ ആഭരണങ്ങൾ തിരികെ എടുക്കണ വില അത് നിങ്ങൾ പറയുന്ന വിലയേക്കാൾ കൂടിയത്, അല്ലേ? അതെ, സത്യം. ഓ, ഞാൻ ഓർത്തത് അവർ സെല്ലിംഗ് റേറ്റാണ് പറയണത്. ഓക്കെ, ഒരു കാര്യം ചെയ്യും, അവരോട് നമ്മുടെ ഈ പഴയ സ്വർണം വാങ്ങാൻ പറ. അപ്പോൾ അവർ പറയുന്ന വാല്യൂ കുറവായിരിക്കും. അല്ല, അപ്പൊ നിഖില് പറയുന്നത് ഈ ബൈയിങ് റേറ്റ് സെല്ലിംഗ് റേറ്റിനേക്കാൾ കുറവാണ് എന്നാണോ? ഉറപ്പായിട്ടും വേണം. ഷുവർ? അതെ, 100%. ഓക്കെ, നിഖില് പറയുന്നത് തെറ്റാണെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് ലഞ്ച് നിഖില് നമുക്ക് ഓഫർ ചെയ്യണം. അങ്കിളെ ഹാപ്പിയാണ്. ദൈവമേ, അങ്ങനെ തന്നെ ആവട്ടെ. ഞാൻ എന്തായാലും ഒന്ന് വിളിച്ച് ചെക്ക് ചെയ്യാം. ആന്റി, ഏതായിരുന്നു ബ്രാഞ്ച്? എടപ്പള്ളി ബ്രാഞ്ച്. എടപ്പള്ളി. ഓക്കെ, നിഖിൽ ടെൻഷൻ ഉണ്ടോ? എന്തിന്? ഞാൻ ധൈര്യമായിട്ട് വിളിച്ചോ. സ്പീക്കറിലിട്ട് വിളിക്കാം നമുക്ക്. എടപ്പള്ളി ബ്രാഞ്ച്. ഓക്കെ, ഹലോ മാഡം, ABC ജ്വല്ലറി. ഹലോ 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 മാഡം. യെസ്, ഇന്നത്തെ സ്വർണ്ണവില എത്രയായിരുന്നു? ഇന്നത്തെ സ്വർണ്ണവില 9697 ആണ്. ഓക്കെ ഓക്കെ, അതെ, ഇതില് GST ഇൻക്ലൂഡഡ് ആയിട്ടുള്ള റേറ്റ് ആണോ ഇത്? മാം, അത് മാറും. GST വേസ്റ്റേജ് ഒക്കെ എക്സ്ട്രാ ആണ്. അത് ഡിസൈൻ അനുസരിച്ചിരിക്കും. ശരി ശരി. അല്ല, ഞാൻ വിചാരിച്ചേ എൻ്റെ കയ്യിൽ കുറച്ച് പഴയ ആഭരണങ്ങൾ ഉണ്ടായിരുന്നു, അപ്പൊ അത് ഇന്ന് കൊണ്ടുവന്ന് ഒന്ന് വിൽക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പൊ ഈ റേറ്റിന് തന്നെ എനിക്ക് ചെയ്തു തരുമോ, ഈ 9600 ഈ ഒരു എമൗണ്ടിന്? അത് മാഡം, സ്വർണം വിൽക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ റേറ്റ് കുറച്ച് കുറവായിരിക്കും. അതല്ല മാഡം, സ്റ്റോറിലേക്ക് നേരിട്ട് വരികയാണെങ്കിൽ ഇവിടുത്തെ പുതിയ ഡിസൈൻ ഞാൻ നല്ല എക്സ്ചേഞ്ച് റേറ്റിൽ വാങ്ങിത്തരാം. ഓ, ഓക്കെ ഓക്കെ, താങ്ക് യു കേട്ടോ. ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു മാഡം. ലഞ്ച് പോയി. അപ്പൊ എന്തായാലും ആ ഒരു ചോദ്യത്തിനുള്ള ആൻസർ നമുക്കിപ്പോൾ കിട്ടിക്കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ ഹാപ്പിയാണോ? ഹാപ്പി, കിട്ടി. നമ്മൾ ജുവലറി വിൽക്കാൻ ചെല്ലുമ്പോൾ അവർ പണമായിട്ട് നൽകുന്നത് അപൂർവമായിരിക്കും. അവർ എക്സ്ചേഞ്ച് ഓഫേഴ്സ് ആയിരിക്കും നൽകുന്നത്. ഈവൻ നമുക്ക് നല്ലൊരു റേറ്റ് തന്നാൽ തന്നെ അത് നമ്മൾ എവിടെ നിന്നാണോ വാങ്ങിച്ച് ആ കടയിൽ തന്നെ പോയി കഴിഞ്ഞാൽ നല്ല റേറ്റ് കിട്ടും. അല്ലെങ്കിൽ നമ്മൾ വേറെ മറ്റ് ജുവലറി എല്ലാം ചെന്ന് കഴിഞ്ഞാൽ റേറ്റ് വളരെ കുറവായിരിക്കും. ഇനി നമ്മൾ വൈറ്റ് ഗോൾഡിലേക്ക് വരുവാണെങ്കിൽ നമ്മൾ എവിടെ നിന്നാണ് വാങ്ങിച്ചത് നമ്മൾ നോക്കാറില്ല. നമ്മൾ ഗോൾഡിൻ്റെ പ്യൂരിറ്റി മാത്രമേ നോക്കാറുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ അപ്പം തന്നെ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. മറ്റുള്ളത് അങ്ങനെയല്ല, കുറച്ച് ലാഗൊക്കെ വരാറുണ്ട്. സത്യം. നിഖിൽ, ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ. യെസ്. അപ്പോ ഈ GST, അതുപോലെ തന്നെ വേസ്റ്റേജ്, ദെൻ ഈ മേക്കിംഗ് ചാർജ്, ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടാണോ ഒരു ജ്വല്ലേഴ്സിന്റെ സെല്ലിംഗ് റേറ്റ് വരണേ? അല്ല മേഡം, ഞാൻ പറഞ്ഞുതരാം. യെസ്. സ്വർണം നമ്മൾ വാങ്ങാൻ ചെല്ലുമ്പോൾ മൊത്തത്തിൽ സ്വർണത്തിൻ്റെ മൂല്യത്തിന് മേൽ ജുവലറിയുടെ ലാഭം, പിന്നെ അനുസരിച്ച് GST, വേസ്റ്റേജ്, മേക്കിംഗ് ചാർജസ്, എക്സ്ട്രാ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ 15 മുതൽ 20% വരെ കയറും. മൊത്തത്തിൽ 118 രൂപ വരെ വരുന്നുണ്ട്. ഓ, ശരിക്കും? അതെ, അതായത് നമ്മളിപ്പോൾ 1 ലക്ഷം രൂപയ്ക്ക് സ്വർണം വാങ്ങിച്ചാൽ പിന്നെ വിൽക്കാൻ ചെല്ലുമ്പോൾ 85,000 രൂപ വരെ കിട്ടാറുള്ളൂ, അല്ലേ? സ്വർണത്തിന്റെ വില കൂടിയതിന് ശേഷവും നമ്മൾ വിൽക്കാൻ ചെല്ലുമ്പോൾ GST, വേസ്റ്റേജ്, മേക്കിംഗ് ചാർജ്, ഇതൊക്കെയാണ് നമ്മുടെ സ്വർണത്തിന്റെ നഷ്ടം വരുന്നതെന്ന് നമുക്ക് പിന്നെയും പറഞ്ഞു കൊടുക്കേണ്ടി വരിക.
ശരിയാ. ശരിക്കും ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ സ്വർണം വാങ്ങിച്ച ഉടനെ തന്നെ സ്വർണത്തിന്റെ മൂല്യം ശരിക്കും നഷ്ടമാവുകയല്ലേ? അതെ, അത് കറക്റ്റാ. യഥാർത്ഥത്തിൽ ഓൺലൈൻ സ്വർണ്ണ നിരക്കിന് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല അല്ലേ? അതെ. എനിക്കിതങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അത് ശരിയാ. തെറ്റാണെന്നല്ല, നമുക്ക് സെല്ലിംഗ് റേറ്റിൻ്റെ ഏകദേശം ഒരു ധാരണ കിട്ടും. നിങ്ങളുടെ സ്വർണ്ണം ഇപ്പോൾ വിൽക്കാനാണെങ്കിൽ നമ്മുടെ സൈറ്റിൽ നോക്കി കഴിഞ്ഞാൽ ലൈവ് ഗോൾഡ് റേറ്റ് കിട്ടും. അത് തന്നെയായിരിക്കും നമ്മുടെ എല്ലാ ബ്രാഞ്ചിലും ഉണ്ടാവുന്നത്, സെയിം തന്നെ. സോ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഗൂഗിളിൽ കാണുന്ന ഗോൾഡ് റേറ്റ് ആണ് ഒരു ജ്വല്ലേഴ്സിന്റെ സെല്ലിംഗ് റേറ്റ് എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ഈ ബൈയിങ് റേറ്റ് എന്ന് പറയുമ്പോൾ കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും കേട്ടോ. ആൻഡ് മറ്റേത് ജ്വല്ലറീസും നൽകാത്ത രീതിയിലുള്ള നിരക്കിലാണ് വൈറ്റ് ഗോൾഡ് നിങ്ങളുടെ സ്വർണം വാങ്ങുന്നത്. സോ നിങ്ങൾക്ക് മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, വൺസ് സ്വർണ്ണവില നിശ്ചയിച്ചു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തതുമായിരിക്കും. അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ സ്വർണം പണമായി മാറ്റണമെങ്കിൽ ഇപ്പോൾ തന്നെ whitegold.money എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം. താങ്ക് യു. ആൻഡ് റിമെമ്പർ, when I turn my gold into money, I also choose white gold.